ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് എക്സാമിന് വരുന്നുണ്ടാവുക. ഓക്കെ, നമുക്ക് സൂചന വായിച്ച് നോക്കാം അല്ലേ. നീലി ചിടിയ കവിതാക്കി ഈ പങ്ക്തിയാ പടയും ഒരു പ്രശ്നമൊക്കെ ഉത്തർ ലിഖയും എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഠിച്ച നീലി ചിടിയ എന്ന കവിതയിലെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം അല്ലേ. ഇസ് പുനഗി സെ ഉസ് പുനഗി പർ ഉഡ്കർ ജാനെ വാലി ചിടിയ, ഈ കൊമ്പിൽ നിന്ന് ആ അടുത്ത മരക്കൊമ്പിലേക്ക് പറന്നു പോകുന്ന പക്ഷി എന്നാണല്ലേ പറയുന്നത്. ദെൻ ഇൻ പത്തോമേയും ഉൻ പത്തോമേയും ചിപ്കർ ഗാനെ വാലി ചിടിയ, ഈ ഇലകളിലും ആ ഇലകളിലും എന്തെന്നു ചിപ്കർ ഗാനെ വാലി ചിടിയ എന്ന് പറഞ്ഞാൽ ആ ഒളിച്ചിരുന്ന് പാട്ടുപാടുന്ന പക്ഷി. ഓക്കെ, ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യനായി നോക്കാം. ഈ പങ്ക്തിയാം കിസ്കെ ബാരേമേ, ഈ വരികൾ ആരെ കുറിച്ചിട്ടുള്ളതാണ്? പത്തോം കെ ബാരേമേം, ഇലകളെ കുറിച്ച്. ഫുനഗി കെ ബാരേമേം, ദെൻ ചിടിയ കെ ബാരേമേം, കങ്കാരു കെ ബാരേമേം. ആരെ കുറിച്ചിട്ടുള്ളതാണ്? ചിടിയ കെ ബാരേമേം ഫുനഗി കെ ബാരേമേ ആരെ കുറിച്ചിട്ടുള്ളതാ കൂട്ടുകാരെ? അതെ, ചിടിയ കെ ബാരേമേ ആണല്ലേ, ചിടിയെ കുറിച്ചിട്ടാണല്ലേ, പക്ഷിയെ കുറിച്ചിട്ടല്ലേ പറയുന്നത്. അപ്പം ആൻസർ എന്താണ്? ചിടിയ കെ ബാരേമേം. ദെൻ ഡാലി ശബ്ദ കെ അർത്ഥമേം കവിതാമേം പ്രയുക്ത ശബ്ദ കോൺസാ ഹേ. ഡാലി എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമ്പല്ലേ, നമ്മൾ കമ്പ് ശാഖ എന്നൊക്കെ പറയില്ലേ, ഡാലി. അപ്പോൾ ഈ ഡാലി എന്ന അർത്ഥം വരുന്ന വേർഡ് ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ളത് നോക്കിക്കേ, ചിടിയ, ഫുനഗി, പത്ത, ചിപ്കർ. ഏതായിരിക്കും? അതെ, ഫുനഗിയാണല്ലേ. ദെൻ കവിത സെ സമാൻ രൂപ് വാല ശബ്ദ ചുൻകർ ലിഖേ ജൈസെ ജാനേവാലി. അപ്പം ഇതുപോലെ ജാനേവാലി എന്ന് പറയുന്ന പോലെ വരുന്ന വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഏത് എഴുതാൻ നോക്കിക്കേ, ഗാനേവാലി. അപ്പം എന്ത് ചെയ്യാതെ ഗാനേവാലി എന്ന് നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഗാനേവാലി, ജാനേവാലി പോലെ ഗാനേവാലി. देन कविता से समान आशय वाली पंक्तियां चुनकर लिखे. चिड़िया एक डाली से दूसरी डाली पर उड़ जाती है. ചിടിയ എന്ത് ചെയ്യുന്നു? ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊരു മരക്കൊമ്പിലേക്ക് പറന്നു പോകുന്നു. അപ്പം ഇതേ അർത്ഥം വരുന്ന വരികൾ ഏതാ വരിക കൂട്ടുകാർ? ഏതാവും നോക്കിക്കേ, ഫസ്റ്റ് 2 ലൈൻസ് ആണല്ലേ. ഈസ് പുനഗി സെ ഉസ് പുനഗി പർ ഉഡ്കർ ജാനെ വാലി ചിടിയ, ഈ 2 വരികളാണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബാദൽ കവിത की पंक्तियां पढ़ें और प्रश्नों के उत्तर लिखें. ബാദൽ കവിത നമ്മുടെ പഠിച്ചിട്ടുള്ള ബാദൽ കവിതയുടെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഹവാ പക്കടുക്കർ ലാത്തി സർ സർ ചായേ ജൈസെ കാലെ കമ്പൽ കിത്തനെ സുന്ദർ ലഗ്തേ ബാദൽ പേടോം ജൈസെ ബേംഡോം ജൈസെ. അപ്പൊ ഈ പങ്ക്തിയാൻ കിസ്കെ ബാരേമേ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ വരികൾ ആരെ കുറിച്ചിട്ടുള്ളതാണ്? बादल के बारे में, कंबल के बारे में, हवा का बारे में, ആസ്മാൻ കെ ബാരെ മേം. ആരെ കുറിച്ചിട്ടുള്ളതായിരിക്കും കൂട്ടുകാരെ? ബാദലിനെ കുറിച്ചിട്ടുള്ളതാണല്ലേ. ആൻസർ എന്താണ്? ബാദൽ കെ ബാരെ മേം. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മേഘ ശബ്ദ കെ ലിയേ കവിത മേം പ്രയുക്ത ശബ്ദ കോൺസാ ഹേ. ഏതാണ് മേഘം എന്ന വേർഡിന് പകരം വരുന്നത്? ഇവിടെ നോക്കിക്കേ, ബാദൽ എന്ന് പറയുന്നുണ്ടല്ലേ. മേഘം എന്ന വീടിന് പകരം വരുന്ന പദം ഏതാണ്? ബാദൽ. ഏതാണ്? ബാദൽ. ബാദൽ എന്ന് പറഞ്ഞാലും മേഘം തന്നെയാണല്ലേ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക? ബാദൽ എന്ന് എഴുതി കൊടുക്കുക. ഇതിന് കവിത സേ സഹി പ്രസ്താവ് ചുൻകല്ലിക്കുകയും, കവിതയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. കമ്പൽ ബാദൽ കോ പക്കടുക്കർ ലാത്താ ഹേ. എന്താ പറഞ്ഞിട്ടുള്ളത്? देन हवा बादल को पकड़ कर लाती है. देन चिड़िया बादल को पकड़ कर लाती है. बारिश बादल को पकड़ कर लाती है. അപ്പൊ ഇവിടെ ഏതാ ആൻസർ വരിക? കാറ്റാണല്ലേ മേഘത്തെ പിടിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ എന്താണ് ആൻസർ? ഹവാ ബാദൽ കോ പകड़ कर लाती है. കാറ്റല്ലേ കൊണ്ടുവരുന്നത്. അപ്പൊ ആൻസർ ഹവാ ബാദൽ കോ പകड़ कर लाती है. ഇനി കവിത സേ സമാൻ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. സമാന ആശയം വരുന്ന വരികൾ എഴുതാനാണല്ലേ. ആകാശ് മേ ബാദൽ കാലേ കമ്പൽ ജൈസേ ജാത്തെ ഹേ വഹ് സുന്ദർ ലഗാത്താ ഹേ. എന്താ പറയുന്നത്? അവിടെ പറയുന്നത് ആകാശത്ത് കറുത്ത കമ്പിളി പോലെ മേഘങ്ങൾ പടരുന്നു. വഹു ബഹുത്ത് സുന്ദർ ലഗ്താ ഹേ. അത് വളരെ മനോഹരമായിട്ട് കാണപ്പെടുന്നു. അപ്പൊ ഇതേ മീനിങ് വരുന്ന വരികൾ ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് കൂട്ടുകാരെ വരികൾ? നോക്കിക്കേ, യെസ്,
ജായേ ജൈസെ കമ്പൽ കിത്തിനെ സുന്ദർ ലഗ്തേ ബാദൽ. അപ്പൊ ഈ 2 ലൈൻസ് ആണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൂചന രൂരു കഹാനി കാ യഹ് അംശ് പഠേം ഓർ പ്രശ്നോं के उत्तर लिखे. രൂരു അബ് ടൈം ആ ഗയാ ബച്ച. ആ രൂരുവിനോട് പറയാണല്ലേ ഇതിന്റെ സമയമായി കുട്ടി. അമ്മി കെ ഗോദ് സെ നിക്കലെ ഓർ ബാഹർ ജാക്കർ ദോസ്ത് ബന. അമ്മയുടെ ആ ഗോദിൽ നിന്ന് മടിത്തട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് എന്ത് ചെയ്യൂ, പുറത്തു പോയി കൂട്ടുകാരെയൊക്കെ ഉണ്ടാക്കൂ എന്ന് പറയാണ് അല്ലേ. റൂരുവിനെ ഡർത്തേ ഹുയെ. റൂരുവിന് കുറച്ചൊക്കെ പേടിയാവുകയാണ് അല്ലേ. ജിജക്തേ ഹുയെ ഹൈലേസെ അമ്മിക്ക് ജേബ്സ് സിർ ബാഹർ നിഹാല. അപ്പൊ എന്ത് ചെയ്യാണ്, പതുക്കെ അമ്മയുടെ ആ ജേബിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ എത്തി നോക്കുകയാണല്ലേ. ദുനിയ കിത്തനി ബഡീതി. ലോകം എത്ര വലുതാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അമ്മീനെ ഗോദ് സെ നിക്കലി और बाहर जाकर दोस्त बना हो यह किसने कहा. അമ്മയുടെ മടിയിൽ നിന്ന് പുറത്ത് വന്ന് പുറത്ത് പോയിട്ട് ബാഹർ ജാക്കർ ദോസ്ത് ബനാഹോ, പുറത്ത് പോയി ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കൂ. യഹ് കിസ്നെ കഹ. ഇത് ആരാണ് പറഞ്ഞത്? ചിടിയാനെ, കങ്കാരു കി മാമിനെ, കങ്കാരു കെ ബച്ചേനെ, ബന്ദറിനെ. കങ്കാരുവിന്റെ അമ്മയല്ലേ പറഞ്ഞത്. അപ്പൊ ആൻസർ എന്താണ്? കങ്കാരു കി മാമിനെ. കങ്കാരു കി മാമിനെ. ഇനി കങ്കാരു കെ ബച്ചോം കാ ക്യാ കഹത്തെ ഹേ. കങ്കാരുവിന്റെ കുഞ്ഞിനെ എന്താണ് വിളിക്കുന്നത്? പില്ല, ജോയിസ്, ചൂസ, ബിലൗട്ട. ഏതാ കൂട്ടുകാരെ? ജോയിസ് ആണ് അല്ലേ. കങ്കാരുവിന്റെ കുഞ്ഞിനെ എന്താ വിളിക്കുക? ജോയിസ് എന്നാണ് വിളിക്കുന്നത്. देन कंगारू के बच्चों ने क्या क्या देखे चित्र के अनुसार विवरण तैयार करें. कंगारू के बच्चे ने क्या क्या देखे. അവർ എന്തൊക്കെയാണ് കണ്ടത്? ഇവിടെ നോക്കിക്കേ, മാതൃക അനുസരിച്ച് നമ്മൾ എഴുതണം അല്ലേ. ഇവിടെ നോക്കിക്കേ, പാനി ബർസാത്താ ഹേ. മഴ പെയ്യുന്നു. നെക്സ്റ്റ് പിക്ചർ അപ്പൊ എന്തായിരിക്കും? അപ്പൊ സെക്കൻഡ് നമുക്ക് എന്ത് എഴുതാം? നദി ബഹ്തി ഹേ എന്ന് എഴുതാം അല്ലെ. നദി ബഹ്. അപ്പൊ സെക്കൻഡ് എന്താ വരിക? നദി ബഹ്തി ഹേ. എന്താ വരേണ്ടത്? നദി ബഹ്തി ഹേ. നദി ബഹ്തി ഹേ. ഓക്കെ, നെക്സ്റ്റ് रंग बिरंगे फूल और तितलियां है. रंग बिरंगे फूल और तितलियां है. ലാസ്റ്റ് പിക്ചർ ഒന്ന് നോക്കിക്ക്, എന്താണ്? പഹാഡോ പർ സൂരജ് ഉഗ്താ ഹേ. ഇതിന്റെ പഹാഡിലെ പർവ്വതങ്ങളുടെ ഇടയിൽ നിന്ന് സൂരജ് ഉഗ്താ ഹേ. സൂര്യൻ ഉദിക്കുന്നു. ഇങ്ങനെ എഴുതി നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിക്കടി മച്ചലി സൂക്കി ക്യോം നഹി ലോക് കഥാ കാ യഹ് അംശ് പഠേം ഓർ പ്രശ്നോं के उत्तर लिखे. അപ്പൊ സിക്കടി മച്ചലി സൂക്കി ക്യോം നഹി എന്ന ലോകകഥയുടെ ഭാഗമാണല്ലേ ഇവിടെ നൽകിയിട്ടുള്ളത്. ഒക്കെ നോക്കിക്കേ, ബജഡേ തുമ്നെ ഗാസ് ക്യോം നഹി ഗായി. അപ്പൊ ബൂഡിയമ്മ പറയണ, ബൂഡിയമ്മ ഗർക്കി ഔരത് നെ മേരി രസ്സി നഹി ഗോലി तो मैं क्या करूं, तुम औरत से पूछो. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ കൊടുത്തിട്ടുള്ളത്? ബച്ചഡനെ ഗാസ് ക്യോ നെഹി ഗായി. എന്തുകൊണ്ടാണ് ബച്ചഡ ഗാസ് കഴിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ്? ഔരത്നെ ബച്ചഡേക്ക് രസ്സി നെഹി ഗോലി അല്ലേ. सही संवाद चुनकर लिखे वार्तालाप की पूर्ति करें. അപ്പൊ ബൂഡി അമ്മ ബച്ചടെ ബച്ചടെ തും കഹാം ഹോ. നീ എവിടെയാണെന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പം ബച്ചട പറയാണ് മേ ഹഹാഹും. ബൂഡി അമ്മ ഇപ്പൊ എന്താവും ചോദിക്കുക? ബൂഡി അമ്മ തുമ്നെ ഗാസ് ക്യോ നഹി ഗായി. അതാണ് ചോദിക്കുക അല്ലെ. എന്തുകൊണ്ടാ നീ ഗാസ് കഴിക്കാതിരുന്നത്? അപ്പൊ നിങ്ങൾ എന്ത് എഴുതാ? ലാസ്റ്റ് തുമ്നെ ഗാസ് ക്യോം നഹി ഗായി എന്നിവിടെ എഴുതി കൊടുക്കുക. അപ്പൊ ബച്ചട എന്താ പറയുന്നത്? ബൂഡിയമ്മ ഗർക്കി ഔരത് മേരി രസി നഹി ഗോലി എന്നാണ് അല്ലേ. നെക്സ്റ്റ് ഇതാണ് വരുന്നത്. then ബൂഡിയമ്മ അപ്പൊ എന്താവും ചോദിക്കുക? ബൂഡിയമ്മ ക്യോ നഹി ഗോലി. then ലാസ്റ്റ് ബച്ചട എന്താ പറയാ? തുമ്നെ ഗാസ് ക്യോ നഹി ഗായി. ബച്ചട അപ്പൊ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? തും ഔരത് സെ പൂച്ചോ എന്ന് ചോദിക്കൂ അല്ലെ. തും ഔരത് സെ പൂച്ചോ. തും ഔരത് സെ പൂച്ചോ. അപ്പൊ ഒന്നുകൂടി നാം പറയാം. അപ്പൊ ഒന്നാമത് ഏതാ വരിക? ഒന്നാമത് നിങ്ങൾ ഏത് എഴുതി കൊടുക്കുക? തുമ്നെ ഗാസ്. ആദ്യത്തെ വിട്ടുപോയ ഭാഗത്ത് ഇത് എഴുതി കൊടുക്കാം ഇവിടെ. ദെൻ ബജട പറയുന്നത് രണ്ടാമത് ബൂഡി അമ്മ. മൂന്നാമത് ഏതാവും വരിക?
3 4. അപ്പോൾ ഈ ഒരു ക്രമത്തിൽ നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. കോൺവെർസേഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ. ദെൻ സൂചന ഗദ്यांശ് പഠേം ഓർ പ്രശ്നോं के उत्तर लिखें. ഗദ്യഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഗാവ് കെ കിനാരെ ഏക കുത്ത ഓർ ബില്ലി രഹത്തെ ഹെ. ഗാവിൻ്റെ ഗ്രാമത്തിൻ്റെ സമീപത്ത് ഒരു നായയും ഒരു പൂച്ചയും താമസിക്കുന്നു. കുത്ത ബബലു ലഗഡാദ. കുത്ത ബബ്ലു ലഗഡാദ. ബില്ലിനെ മുന്നി അന്തിതി. ദോനോ മിത്രത്. രണ്ടുപേരും എന്തായിരുന്നു, ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ. ബബലു മുന്നിക്കോ രാസ് ദിക്കാത്ത മുന്നി ബബലു के लिए गाना ढूंढ लाती. एक दिन जंगली सुअर बबुल पर आक्रमण किया. मुन्नी से जो से आवाज़ों निकली. लोगों ने आकर बबलू को बचाया. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കഹാനിക്കോ ദോ മിത്ര കോൺ കോൺ. ദേ കഹാനിയിലെ 2 മിത്രങ്ങൾ ആരൊക്കെയായിരുന്നു? ആരൊക്കെയാണ്? കുത്തും മില്ലിയാണല്ലേ. കുത്ത ഓർ ബില്ലി. ആൻസർ കിട്ടിയല്ലോ. ഇനി അന്താരാഷ്ട്രീയ മിത്രതാ ദിവസ് കെ ലിയെ പോസ്റ്റർ തയ്യാർ കരെ. അന്താരാഷ്ട്ര മിത്രതാ ദിവസത്തിന് വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഒരു ബോക്സ് ഒക്കെ വരയ്ക്കുക. ദെൻ അന്താരാഷ്ട്ര മിത്രതാ ദിവസ് എന്നൊക്കെ എഴുതുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ മനോഹരമായൊരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ഓർ ക്വസ്റ്റ്യൻ നോക്കിക്കേ. സൂചന ചിത്ര ദേക്കേം പ്രശ്നവും കെ ഉത്തർ ലിഖേം. ചിത്ര 1ഉം ചിത്ര 2ഉം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ കൂടാ कचरा कूड़ेदान में नहीं डाले यह संदेश देने वाले चित्र कौन सा है? കൂടാ കച്ചറ കൂടേദാൻ में ही डाले यह देने वाले चित्र कौन सा है? ഏത് ചിത്രമാണ്? ഫസ്റ്റ് ചിത്രമാണ് അല്ലേ. കൂടാ കച്ചറ നമ്മൾ എന്ത് ചെയ്യണം? വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടണം അല്ലേ. അപ്പോൾ ചിത്ര കേവൽ ചിത്ര 1 ആണല്ലേ. ഇനി കച്ചറ മുക്ത് കേരൾ വിഷയ पर പോസ്റ്റർ തയ്യാർ കരയും. അപ്പോൾ ഈ ഒരു പോസ്റ്ററും തയ്യാറാക്കാനുണ്ട് അല്ലേ. കച്ചറ മുക്ത് കേരൾ എന്ന വിഷയത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ആ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഇനി നോക്കിക്കേ. സൂചന സാർത്ഥക് ശബ്ദ ढूंढें लिखें. അപ്പോൾ ഇവിടെ ആ സൂചന നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സാർത്ഥക് ശബ്ദം എഴുതണം അല്ലേ. അർത്ഥപൂർണമായിട്ടുള്ള വാക്കുകൾ എഴുതണം. അപ്പം എന്തൊക്കെയാണ് നമുക്ക് കിട്ടുക? നോക്കിക്കേ. ഫസ്റ്റ് 1 തന്നെ ഇവിടെ കൊടുക്കുന്നത് നോക്കിക്കേ. ഫസ്റ്റ് നിങ്ങൾക്ക് എഴുതാം ചിടിയ. ദെൻ ഗാസ് അല്ലേ. ഗാസ്. ചീണ്ടി. ഏതുണ്ട്? ബാദൽ. എളുപ്പല്ലേ? ഒരു 4 വേർഡ്സ് 5 വേർഡ്സ് എഴുതാനല്ലേ. ഓക്കെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? പക്ഷി അതായത് ചിടിയ, ദെൻ ഗാസ്, ചീണ്ടി, ബാദൽ. സോറി, ബാദലല്ല ബദലാണല്ലേ. മാറ്റുക, മാറുക എന്ന മീനിൻ്റെ വരുന്ന ബദൽ. അല്ലെങ്കിൽ ഇനി നോക്കിക്കേ. മച്ചലി ഉണ്ട് അല്ലേ. മീനുണ്ട്. ഒരുപാട് വേർഡ്സ് ഉണ്ടാവും അല്ലേ. ഓക്കെ. അപ്പം നിങ്ങൾ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു 5 വേർഡ്സ് ഇവിടെ എഴുതുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സൂചനാവോं के सहायता से चित्र कहानी बनाए. ഫസ്റ്റ് 1 എന്തായിരിക്കും വരിക? നോക്കൂ. ജൽത്താ സൂരജ് ആണല്ലേ. നോക്കിക്കേ. ജൽത്താ സൂരജ്. ദെൻ മുർജായ ഫുൽ ഏതായിരിക്കും? മുർജായ ഫുൽ ഇതാണല്ലേ. ദെൻ സീഞ്ച്നെ വാലി ലഡിക്കി. സീഞ്ച്നെ വാലി ലഡിക്കി. ദെൻ ഗിലാ ഹുവ ഫുൽ വിടർന്ന പൂവ്. ദെൻ ഗുഷ് ലഡിക്കി. സന്തോഷത്തോടുള്ള പെൺകുട്ടി. യെസ്. ഇപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ. ബൈ.